ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ തിങ്കളാഴ്ച ദിവസമാണ് ഇന്ന്, കൊറിയർ അയക്കുന്ന ദിവസമാണ്. അപ്പോൾ കൊറിയറിൻ്റെ അപ്ഡേറ്റ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് പേർക്കുള്ളത് ഓൾറെഡി പാക്ക് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇത് വന്നിട്ട് പവിഴമല്ലി പ്ലാന്റ്സ് ആണ്. പവിഴമല്ലി പ്ലാന്റ്സിൻ്റെ ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബഡോട് കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും ഇപ്പോൾ അയക്കുക എന്നുള്ളത്. ഇത് വന്നിട്ട് നാടൻ റോസാണ്. നാടൻ റോസിൻ്റെ കളേഴ്സാണ്. കുറച്ച് കോംബോ ഓഫേഴ്സും പിന്നെ യെല്ലോ മിനിയേച്ചർ റോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഓർക്കിഡ് റോസാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കും പറയാറുണ്ട്, എല്ലാം കൂടെ എനിക്ക് ഒരുമിച്ച് പാക്ക് ചെയ്യാനുള്ള ഇപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് കുറച്ച് പേർക്കുള്ളത് പാക്ക് ചെയ്യുന്നത്. ഇതൊക്കെ കമ്മൽ റോസും ടൈഗർ റോസും ഒക്കെയാണ്. ടൈഗർ റോസിൻ്റെത് ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെറൈറ്റീസിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ടൈഗർ റോസിൻ്റെ. അപ്പോൾ വന്ന സ്റ്റോക്കൊക്കെ, അതായത് ഫ്ലവർ ഉണ്ടായിരുന്നതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴേ അതൊരു സോൾഡ് ഔട്ടായി. അതിന് ശേഷം വീണ്ടും ഇപ്പോൾ കുറച്ച് ബഡ് വന്ന് നിൽക്കുന്നുണ്ട് പ്ലാന്റ്സ്. അതിന് ബഡ് ആകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ വെറൈറ്റീസൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ വെറൈറ്റീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് പേര് ഓൾറെഡി പ്രീ ഓർഡർ തന്നിട്ടുണ്ട്, അപ്പോൾ അവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇത് വന്നിട്ട് യെല്ലോ മിനിയേച്ചർ റോസാണ്. ഇത് റെഡ് മിനിയേച്ചർ. അതായത് യെല്ലോ മിനിയേച്ചറിൻ്റെ ബഡ് റോസാണ്. നാടൻ ബഡ്ഡിങ് റോസും ഇത് നാടൻ റോസുമാണ്. രണ്ട് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഏകദേശം ഫ്ലവറൊക്കെ കറക്റ്റ് തന്നെ ഒരേ സൈസ് തന്നെയാണ്. എന്നിരുന്നാലും യെല്ലോ ബഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കളറുണ്ട്. പിന്നെ ഫ്ലവറിൻ്റെ പെറ്റൽസ് എല്ലാം നല്ല കട്ടിയുള്ള ഇതളുകളാണ്. നാടനിലാവുമ്പോൾ നെക്സ്റ്റ് ഡേ ഒരു വൈറ്റ് ഷെയ്ഡിലോട്ട് മാറും. ഇത് കമ്മൽ റോസാണ്. അത്യാവശ്യം വലിയ പ്ലാന്റ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഓർഡേഴ്സേ ഉള്ളൂ, കുറച്ച് സ്റ്റോക്സേ ഉള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ കോംബോ ആയിട്ട് പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട്, സിംഗിളായിട്ട് പ്ലാന്റ്സും കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് കറക്റ്റായിട്ട് പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പിന്നൊരു കാര്യം പറയാനുള്ളത്, പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾക്കുള്ള പിന്നീടുള്ള അപ്ഡേഷൻ എല്ലാം ചാനലിലൂടെ ആയിരിക്കും തരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അയക്കുന്നവരുടെ നെയിം, അതായത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളായിരിക്കും കൊറിയർ ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ ഒരു വ്യാഴാഴ്ച വരെ കൊറിയർ. അപ്പോൾ വ്യാഴം കിട്ടുന്ന ഓർഡർ വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ ഓർഡർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ 4 ദിവസങ്ങളായിരിക്കും അയക്കുക. അതുകൂടാണ്ട് ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കൾ ചൊവ്വ വീണ്ടും ബുധൻ വ്യാഴം ഓർഡേഴ്സ് വരും. അതും മാക്സിമം അന്നേരം ആ ഒരു ആഴ്ചയിൽ തന്നെ അയച്ചു തീർക്കും. പിന്നെ കുറച്ച് എന്തെങ്കിലും സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് മൺഡേയിലോട്ട് ഓർഡർ മാറ്റി വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അയക്കാനായിട്ട് പെൻഡിങ് ഉണ്ട്. മാക്സിമം അതെല്ലാം ഈ വീക്കിൽ തന്നെ അയച്ച് തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് 20 പേർക്കുള്ള കൊറിയറാണ് ഇന്നത്തെ ദിവസം അയക്കുക കേട്ടോ. ബാക്കിയുള്ളത് നാളത്തേക്കാണ്. അതായത് 4 ദിവസം കൊണ്ടായിരിക്കും അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ തിങ്കളാഴ്ച കൊറിയർ ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്കത് ഈവനിങ് ആകുമ്പോൾ ഞാൻ ഈവനിങ് ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതിനകത്ത് കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ നെയിം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അഥവാ നിങ്ങൾക്കുള്ള, അതായത് തിങ്കളാഴ്ച കൊറിയർ അല്ലെങ്കിൽ ചൊവ്വാഴ്ച കൊറിയർ നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള DTDസിൽ നെക്സ്റ്റ് ഡേ കോൺടാക്റ്റ് ചെയ്യാം. കാരണം ട്രിവാൻഡ്രം ടു എറണാകുളം വരെയാണെന്നുണ്ടെങ്കിൽ തിങ്കൾ അയച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച കിട്ടും. എറണാകുളം ടു കാസർഗോഡ് വരെയാണെന്നുണ്ടെങ്കിൽ തിങ്കൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു ഗ്യാപ്പിലായിരിക്കും പ്ലാൻസ് വരുന്നത്. അതിപ്പോൾ വ്യാഴാഴ്ച അയക്കുന്ന ഒരാൾക്ക് ട്രിവാൻഡ്രം ടു എറണാകുളം ആണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച കിട്ടും. എറണാകുളം ടു കാസർഗോഡ് വരെയാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ആയിരിക്കും പ്ലാൻസ് കിട്ടുന്നത്. ഈ കാസർഗോഡ് ആ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിലേ അയക്കുകയുള്ളൂ. വ്യാഴാഴ്ച ദിവസം മാക്സിമം അയക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. കാരണം ഒരു ദിവസം മാറിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണത്താൽ ഇപ്പോൾ ശനിയാഴ്ച കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച അവധിയാണ്. അതുകൊണ്ടാണ്. ഇത് വന്നിട്ടൊരു ജമന്തിയുടെ ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കോംബോയിലുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ കുറച്ച് ലെന്താനിയുടെ പ്ലാന്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ജമന്തിയുടെ ഒരു 2 കോമ്പോ ഇട്ടിട്ടുണ്ടായിരുന്നത് 500 രൂപയുടെ
6 ജമന്തി പ്ലസ് ഒരു ഡയാന്തസ് കോംബോയും പിന്നെ 4 ജമന്തിയുടെ അതൊരു 260 രൂപയുടെ 4 ജമന്തി കോംബോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേരുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇനി കുറച്ച് പേരുടേത് പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാടൻ റോസ് പ്ലാന്റ്സും അതുപോലെ തന്നെ നാടൻ ബഡ്ഡിങ്ങും ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇത് വന്നിട്ട് 660 ഒരു കോംബോ ആണ് കേട്ടോ. കോംബോയിൽ കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസാണ്. പ്ലസ് അവർ ഒരു ടൈഗർ റോസും ഒരു യെല്ലോ മിനിയേച്ചർ റോസും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പ്ലാന്റിൻ്റെ സൈസ്, കോംബോയിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ജമന്തി പ്ലാന്റ്സിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ലന്താനയുടെയും പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച അയക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അവർക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നാണ് ഡിസ്പാച്ച് ആക്കിയേക്കുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. കമ്മൽ റോസ്, പിന്നെ കാശ്മീരി ബട്ടൺ റോസ്, മിനിയേച്ചർ യെല്ലോ. ഇത് 7, അതായത് കമ്മൽ റോസ് കോംബോ ആണ് കേട്ടോ. കമ്മൽ റോസ് കോംബോ 730 ഇൻക്ലൂഡിങ് CCയിലെ 7 പ്ലാന്റ്സിൻ്റെ കോംബോ ആണ്. കമ്മൽ റോസ് കോംബോയുടെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ ഓൾമോസ്റ്റ് സൈസ് ഇതൊക്കെ തന്നെ ആയിരിക്കും. നമ്മുടെ കോംബോയിൽ വരുന്ന പ്ലാന്റ്സ് ഡിഫറൻസ് ആവുന്നേ ഉള്ളൂ. ഏകദേശം പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ ഇത് തന്നെയാണ്. ഞാൻ ഇന്ന് കൊറിയർ അയച്ചവരുടെ പേര് വായിക്കാം. ജാസ്മിൻ ടോം, PK സബീറ, ഹരിപ്രിയ, പ്രീതി പി നിനൻ, ആഷിം P, ആശ മണിക്കുട്ടൻ, ഷംന P, മേഴ്സി തോമസ്, ദിവ്യ, ഷൈജ ഡേവിഡ്, സുജിന TS, VV പ്രഭു, സോഫിയ, ആരിഫ ബാബു, രമ്യ രാജേഷ്, ബിന്ദു മേനോൻ, രമ്യ KP, രേവതി K, തങ്കമണി, അൻഫസ്. ഇത്രയും പേരുടെ കൊറിയറാണ് ഇന്നത്തെ ദിവസം ഡിസ്പാച്ച് ആക്കിയേക്കുന്നത്. അപ്പോൾ 20 പേർക്കുള്ളതാണ് ഇന്ന് അയച്ചേക്കുന്നത്. നാളെ ഏകദേശം ഒരു 30 പേർക്കുള്ളത് അയക്കണമെന്നുണ്ട്. മാക്സിമം രാവിലെ തന്നെ 30-35 പേർക്കുള്ളത് നാളെ അയക്കണമെന്നുണ്ട്. കാരണം ഓർഡേഴ്സ് കുറേ പെൻഡിങ് വരുന്നുണ്ട്. കാരണം ഇന്ന് തിങ്കളാഴ്ച കിട്ടുന്ന ഓർഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ച ഓൾറെഡി കുറച്ച് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം നാളെ തന്നെ നോക്കട്ടെ. നാളെ അയക്കാൻ പറ്റുമെങ്കിൽ നാളെ അയക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ അത് മാക്സിമം അയച്ച് പോകുന്നതായിരിക്കും. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്. കാരണം ഓർഡേഴ്സ് വരുമ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊറിയർ പാക്കിംഗ് എല്ലാം. അപ്പോൾ അതിൽ വരുന്ന ഡിലേ ആണ് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റാത്തതെന്നുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കൊരു ഒരുപാട് ദിവസമൊന്നും ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഞാൻ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും പ്ലാൻസ് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇടുക കേട്ടോ. കാരണം ആർക്കെങ്കിലും പേയ്മെൻറ്റ് എന്തെങ്കിലും ചെയ്തത് ഞാൻ ആഡ് ചെയ്യണം, അതായത് നോട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 വീക്കല്ല ഒരു 2 വീക്സൊക്കെ ആയി നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് പ്ലാൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്നൊന്ന് ഹായിട്ട് കഴിഞ്ഞാൽ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ചിലപ്പോൾ 1-2 ഓർഡേഴ്സൊക്കെ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഹോം ഡെലിവറി ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് വരുന്ന മെസ്സേജസൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.